Good morning. Today going to talk about strategic planning. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് ഈസ് ഓൺ ഗോയിങ് പ്രോസസ് ത്രൂ വിച്ച് കമ്പനി ക്രിയേറ്റ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പ്ലാൻസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്. സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അതെന്തിനു വേണ്ടിയിട്ട്? കമ്പനി ക്രിയേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് പ്ലാൻസ്, ഇംപ്ലിമെൻറ്റേഷൻ ദ ടാർഗറ്റ് മാർക്കറ്റിന് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസ്, സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ലോങ് ടേം പ്രോസസ്സാണ്. നമ്മൾ വേരിയസ് പാരാമീറ്റേഴ്സ് അതിൽ ഇൻക്ലൂഡ് ആണ്. ടാർഗറ്റ് മാർക്കറ്റ് ആരാണ്, കസ്റ്റമേഴ്സ് ആരാണ്, പ്രൊഫൈലിംഗ് ഓഫ് ദ മാർക്കറ്റ് സെഗ്മെൻറ്റ്, നമ്മൾ ഏത് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ആക്ച്വൽ മാർക്കറ്റ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എ ഗുഡ് പ്രോസസ് ലൈക്ലി ടു ലീഡ് എ ഗുഡ് ഡിസിഷൻ. ഒരു നല്ല പ്രോസസ്സ് ഉണ്ടായാൽ മാത്രമാണ് നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു പ്രക്രിയ അതിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. മാർക്കറ്റിംഗ് പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇംപ്രവൈസിങ് മാർക്കറ്റിംഗ് പ്ലാൻ. നമ്മുടെ ഉള്ളിൽ ഉള്ള മാർക്കറ്റിംഗ് പ്ലാനിനെ എപ്പോഴും നമ്മൾ ഇംപ്രവൈസ് ചെയ്യണം. ഓൺ ഗോയിങ് പ്രോസസ്സാണ് എന്ന് പറഞ്ഞല്ലോ. ഡിസൈനിങ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് അലോക്കേഷൻ ടു റീച്ച് അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്സ്. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സും ഗോൾസും അച്ചീവ് ചെയ്യുന്ന തരത്തിൽ സ്ട്രാറ്റജീസും പ്രോഗ്രാംസും ഡിസൈൻ ചെയ്തിരിക്കണം. മാർക്കറ്റിംഗ് പ്ലാനിങ് ഇൻക്ലൂഡ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്, അലോക്കേറ്റിംഗ് ദീസ് ടാർഗറ്റ്. മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ടാർഗറ്റുകൾ, നമ്മൾ എന്ത് ടാർഗറ്റാണ് അച്ചീവ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്യാം. പീപ്പിൾ റെസ്പോൺസിബിൾ ടു അച്ചീവ് ദം, അത് അച്ചീവ് ചെയ്യാനുള്ള പീപ്പിൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. പിന്നെ മാർക്കറ്റിംഗ് പ്ലാനിങ് സീക്വൻസ് ഓഫ് സ്റ്റേജസ് ആർ യൂഷ്വലി ഫോളോഡ് ബൈ ഫോർമാറ്റ്. അത് ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. മിഷൻ എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ്റെ മിഷൻ എന്ന് പറയുന്നത് വൈ കമ്പനി ഈസ് ഇൻ ദ ബിസിനസ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കമ്പനി, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പാരാമൗണ്ട് ഫോർ ദ ഫ്യൂച്ചറിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനുള്ള ഗൈഡ് ലൈൻസ്, ഫ്യൂച്ചർ പ്ലാനിങ്ങിലുള്ള ഗൈഡൻസ് നമുക്ക് തരുന്നത് മിഷനാണ്. ഇവിടെ നമ്മൾ ഒരു കമ്പനിയുടെ മിഷൻ നോട്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ എഴുതാനായിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ സെറ്റ് ഗോൾസ് ടു അച്ചീവ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. ആ കൃത്യമായ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത് സെറ്റ് ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഓഡി, എക്സാമിനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ആക്ടിവിറ്റീസ്, പ്രോബ്ലംസ്, ഗോൾസ് ആൻഡ് റിസൾട്ട്. അതൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യുക, ഓഡിറ്റ് ചെയ്യുകയാണ് പിന്നെ ചെയ്യുന്നത്. അതിനുശേഷം സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്ത്, വീക്ക്നെസ്സസ്, ഓപ്ഷൻസ്, വാർണിംഗ്, നമുക്കുള്ള സ്ട്രെങ്ത്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, പിന്നെയുള്ള ഓപ്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ്, നമുക്ക് വാർണിംഗ് അല്ലെങ്കിൽ ചലഞ്ചസ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ത്രെഡ്സ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. മാർക്കറ്റിംഗ് അസംഷൻസ്, അതായത് ഗുഡ് മാർക്കറ്റിംഗ് പ്ലാൻ ഡിപ്പെൻഡ്സ് ഓൺ ഇൻ ഡെപ്ത് കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്. കസ്റ്റമറിനെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അവരുടെ അറിവുകൾ, അവർ എന്താണ് എന്നറിഞ്ഞിട്ട് ടാർഗറ്റ് കസ്റ്റമേഴ്സാണ്, അവരെന്താണെന്ന് അറിയുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് അസംഷൻ. ഇനി മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം, അതായത് സോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം മാർക്കറ്റിങ്ങിൻ്റെ ഒരു അസംഷൻ, നമ്മുടെ കസ്റ്റമർ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പിന്നെ ഓപ്ഷൻസ് ആൻഡ് ചലഞ്ചസ് എന്ത് ചെയ്യുക, നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്, നമുക്കുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്, പ്രശ്നങ്ങളിൽ. അപ്പോൾ നമ്മൾ ചില ഏരിയാസിൽ വലിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവണമെന്നില്ല. നല്ലൊരു റൂറൽ ഏരിയ ആണ്, അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവണമെന്നില്ല. അതേസമയം ചെറിയൊരു ഷോപ്പാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ, സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ, അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആണെങ്കിൽ അവരുപയോഗിക്കുന്ന, അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്, അത് നമ്മളിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ കാണാറില്ല. അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എൻ്റർടൈൻമെൻറ്റിന് വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളാണ് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഓപ്ഷൻസും ചലഞ്ചസൊക്കെ, അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നമുക്കുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്. ഫോർകാസ്റ്റ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്, നമ്മൾ എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്തിരിക്കണം. അത് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട്, ഫ്യൂച്ചർ നമ്പേഴ്സ്, ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇനി ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതിന് വേണ്ട ഡിസൈഡ് കോസ്റ്റ് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ലോഞ്ചിങ് ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സുകൾ ഓപ്പൺ ചെയ്യുക,
അത് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റിംഗ് റോൾ ഇൻ കോപ്പറേറ്റ് സ്ട്രാറ്റജി. കോപ്പറേറ്റ് സ്ട്രാറ്റജിയിൽ മാർക്കറ്റിംഗിൻ്റെ റോള് മൊത്തമായിട്ടുള്ള സ്ട്രാറ്റജീനെയാണ് നമ്മൾ കോപ്പറേറ്റ് സ്ട്രാറ്റജി. അത് വേരിയസ് ഫങ്ഷണൽ ഓവർലി ഡെലിവർ ടു ഓൾ കോപ്പറേറ്റ് ഒബ്ജക്റ്റീവ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് മാത്രമല്ല, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ്, അതൊക്കെ അതിൽ ഇൻവോൾവഡ് ആണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ട് ഈ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇൻറ്റഗ്രേറ്റീവ് ആണ്, എല്ലാതും കൂടി ചേർന്നതാണ്. ഫംഗ്ഷൻ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം, ഓൾ ഓർഗനൈസേഷനായിട്ട് വേണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട്. ഫോക്കസ് ചെയ്യണം, പക്ഷേ എന്നാലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ചെയ്യേണ്ട ഫംഗ്ഷൻസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കണം. മേജർ ബിസിനസ് ഡിസിഷൻ എന്താണ്, ലോങ് ടേമിൽ നമ്മൾ എടുത്തിട്ടുള്ള മിഷൻ എന്താണ്, അത് നമ്മൾ ഫോക്കസ് ചെയ്യണം. മാച്ചിങ്, രണ്ടും കൂടി മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഓക്കെ.